പ്രിയപ്പെട്ട സഖാക്കളെ, അഭിമാനപൂർവം ഇന്നലെ കേരള സർവകലാശാലയിൽ നാം നേടിയ വിജയത്തിൻ്റെ പിന്തുടർച്ചയായി യൂണിവേഴ്സിറ്റിക്കകത്ത് SFIയുടെ നേതൃത്വത്തിൽ നടന്ന ആഹ്ലാദ പ്രകടനത്തെ തല്ലി ഒതുക്കാനാണ് KSUക്കാരൻ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പും ഗവൺമെൻറ്റും തീരുമാനിച്ചത്. ആ ഉത്തരവിട്ട ഗവൺമെൻറ് കേൾക്കാൻ, അതിന് ഉപദേശം കൊടുത്ത KSU കേൾക്കാൻ, അതിന് നേതൃത്വം കൊടുത്ത പോലീസുകാരൻ കേൾക്കാൻ ഞങ്ങൾ പറയുന്നു. നിങ്ങൾ സർവകലാശാലയിലിട്ട് SFIക്കാരനെ അടിക്കുമ്പോൾ അവൻ അവിടെ നിന്ന് പിരിഞ്ഞു പോകുമെന്നാണ് നീ വിചാരിച്ചതെങ്കിൽ ഗവൺമെൻറ്, UDF, KSUക്കാരാ, പോലീസുകാരാ സർവകലാശാലയിൽ നിന്ന് പിരിഞ്ഞു പോകുമെന്ന് നിങ്ങൾ വിചാരിച്ച വിദ്യാർത്ഥികളിതാ അടിക്കാൻ ഉത്തരവിട്ടവന്റെ മൂക്കിന് താഴെ ഇന്ന് സംഘടിച്ചു വന്ന് നിൽക്കുകയാണ്. ഈ സംഘാടനം കേരളത്തിലെ സമര വിദ്യാർത്ഥിത്വത്തിന്റെ സംഘാടനമാണ്. ഞങ്ങൾ ചോദിക്കട്ടെ, എന്ത് തെറ്റാണ് കേരളത്തിലെ SFI KSUക്കാരനോട് ചെയ്തത്? അഭിമാനത്തോടെയാണ് കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിച്ചത്. 120 പൊളിറ്റിക്കൽ UECമാരെ എൻ്റെ മുന്നിലിരിക്കുന്ന സഖാക്കളും തിരുവനന്തപുരത്തെയും ആലപ്പുഴയിലെയും കൊല്ലത്തെയും പത്തനംതിട്ടയിലെയും SFI സഖാക്കൾ ചോര നീരാക്കി ക്യാമ്പസുകളിൽ പണിയെടുത്ത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ച് UUCമാരാക്കി അവരെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിച്ചിട്ടാണ് ഞങ്ങൾ സർവകലാശാല യൂണിയൻ നേടിയത്. ഇവിടുത്തെ KSUക്കാരനുണ്ടല്ലോ, കഴിഞ്ഞ കേരള സർവകലാശാല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഓരോ ക്യാമ്പസിലും ജയിക്കാൻ കഴിയാതെ തലയിലൂടെയാണ് മുണ്ടിട്ട് കോൺഗ്രസ് ഓഫീസിനകത്തേക്ക് ഓടിക്കേറി പോയത്. അവനാണ് ഈ സർവകലാശാലയിൽ 2-1-3 സീറ്റ് കിട്ടിയതിൻ്റെ കഥയും പറഞ്ഞ് ഇവിടെ വിജയാഘോഷ പ്രകടനം നടത്താൻ എത്തിയത്. ഗ്രൂപ്പ് തിരിഞ്ഞ് പൈസ ഒഴുക്കി വിദ്യാർത്ഥികളെ തെറ്റായ പ്രലോഭനങ്ങൾക്ക് വിധേയപ്പെടുത്തി പ്രൈവറ്റ് UECമാരെ വിലക്കെടുത്ത് 2 സീറ്റ് ജയിച്ചതിൻ്റെ തിണ്ണമെടുക്കുക SFIക്കെതിരെ ഒരു KSUക്കാരനും കാണിക്കാൻ വരേണ്ടതില്ല. നിങ്ങളുടെ തിണ്ണമെടുക്കല്ല ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം. ഞങ്ങൾ പണിയെടുത്ത് രാഷ്ട്രീയം പറഞ്ഞ് സംഘടനാ പ്രവർത്തനം നടത്തി വിദ്യാർത്ഥികളെ ജയിപ്പിച്ചാണ് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ വരുന്നത്. അല്ലാതെ ഗ്രൂപ്പ് തിരിഞ്ഞ് എൻ്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ഗ്രൂപ്പുകാർ രംഗത്തേക്കിറങ്ങി അവർ തമ്മിൽ തമ്മിത്തല്ലി ഉണ്ടാക്കുന്ന പ്രവർത്തനമല്ല SFIയുടെ പ്രവർത്തനമെന്ന് KSUക്കാരെ മനസ്സിലാക്കണം. എന്നിട്ടോ ഇന്ന് കേരളത്തിനകത്ത് നവമാധ്യമങ്ങളിൽ ചില KSUവിൻ്റെ നേതാക്കന്മാരിടുന്ന പോസ്റ്റ് SFIക്കാരെ തല്ലി എന്നാണ്. എടാ, അന്തസ്സുള്ള KSUക്കാരാ, പോലീസിൻ്റെ മുട്ടിൻ്റെ ഇടയിലൂടെ തലപൂഴ്ത്തി വെച്ച് ഇരുന്നിട്ട് പോലീസിനെ കൊണ്ട് ഞങ്ങളെ തല്ലിച്ചിട്ട് നിങ്ങൾ ഞങ്ങളെ തല്ലിയെന്ന് പുറകിലിരുന്ന് ഗീർവാണം പറയാൻ അന്തസ്സിൻ്റെ അംശം ചേർന്നവന് പറയാൻ കഴിയുന്ന കാര്യമാണോ? എവിടെയായിരുന്നു ഇന്നലെ? യൂണിവേഴ്സിറ്റിക്കകത്ത് ഞങ്ങൾ ഉണ്ടായിരുന്നല്ലോ, യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് ഞങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അവിടെ മുകളിലേക്ക് നോക്കി നക്ഷത്രമെന്ന് നിന്നതല്ലാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു SFIക്കാരൻ്റെ കണ്ണിലേക്ക് നോക്കാൻ ധൈര്യമുണ്ടായിരുന്ന ഒരു KSUക്കാരൻ ഇന്നലെ കേരള സർവകലാശാലക്കകത്തേക്ക് വന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നോ? ഞങ്ങൾ ഒരാളെയും അടിക്കാൻ അങ്ങോട്ട് പോയില്ല. ഞങ്ങൾ 1,500 SFIക്കാർ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു. KSUക്കാരനെ അടിക്കാനായിരുന്നെങ്കിൽ ഞങ്ങൾ അവിടെ സർവകലാശാല അടിക്കുമായിരുന്നു. ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നടത്തലായിരുന്നു പ്രധാനം. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തി, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. ഞങ്ങൾ വിജയിക്കുമ്പോൾ കൊതിക്കറിവ് കൊണ്ടാണ് നിങ്ങൾ പോലീസിനെ കൊണ്ട് ഞങ്ങളെ തല്ലിച്ചത്. SFIക്കാരനെ തല്ലാൻ നട്ടല്ലില്ലാത്ത KSUക്കാരനോട് ഞങ്ങൾ പറയട്ടെ, SFIക്കാരനെ തല്ലാൻ നിങ്ങൾ പോലീസിന് ഇന്നലെ കൊട്ടേഷൻ കൊടുത്തു. നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയെ കൊണ്ട്, നിങ്ങളുടെ മുഖ്യമന്ത്രിയെ കൊണ്ട് SFIക്കാരനെ തല്ലിച്ചതയ്ക്കാൻ നിങ്ങൾ കൊട്ടേഷൻ കൊടുത്തു. കൊട്ടേഷൻ കൊടുത്ത KSUക്കാരും കൊട്ടേഷൻ ഏറ്റെടുത്ത അവിടുത്തെ പോലീസുകാരും മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ SFIയുടെ ഈ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ വീഴുന്നത് വരെ ഈ കേരളത്തിനകത്തെ ഒരു വിദ്യാർത്ഥിയെ തൊടാൻ നിങ്ങളെ ഞങ്ങൾ അനുവദിക്കില്ല. അത് SFIയുടെ പ്രഖ്യാപനമാണ്. ഇനി ഞങ്ങളെ അടിച്ചു വീഴ്ത്തിയാൽ അതാണ് ജലയമാന്നാണ് വിചാരിക്കുന്നത്.
ആദ്യം അടിക്കേണ്ടത് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ, സംസ്ഥാന പ്രസിഡന്റിന്റെ പുറത്തും തലയിലും കയ്യിലുമാണ് എന്നാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. ഞങ്ങളങ്ങ് വീണുപോയാൽ, SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും അടിയേറ്റ് താഴെ വീണാൽ ഈ സമരം അവസാനിപ്പിക്കുമെന്നാണ് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും വിചാരിക്കുന്നതെങ്കിൽ ഞങ്ങൾ രണ്ട് വ്യക്തികളാണോ? ഞങ്ങൾ വീണുപോയാൽ ലക്ഷക്കണക്കിന് വരുന്ന SFIക്കാർ ഞങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്ത ഈ കേരളത്തിൽ തെരുവിലുണ്ടാവും. ആ സംഘടനയുടെ പേരാണ് SFI. അല്ലാതെ സമരം നടത്തുന്നതിൻ്റെ ഇടയ്ക്കേക്ക് ഒരേറുപടക്കം വീണാൽ ഗ്രൂപ്പ് തിരിഞ്ഞോടുന്ന KSUക്കാരൻ്റെ സംഘടനയല്ല SFIയുടെ സംഘടനയെന്ന് ഇവിടുത്തെ പോലീസ് ഏമാന്മാർ മനസ്സിലാക്കണം. പിന്നെ ചില പോലീസ് ഏമാന്മാർക്ക് മുട്ടിലിരിക്കാൻ പറയുമ്പോൾ എഴയണം എന്ന ചിന്ത ഉണ്ടാവുകയാണ്. ഇവിടുത്തെ DYSP ഉണ്ട്, ഇവിടെ നന്നായി വേഷം കെട്ടി മാറി നിൽക്കുന്നുണ്ട്. ഇവിടെ ഈ പരിസരത്ത് എവിടെയോ അദ്ദേഹം ഉണ്ട്, ഞങ്ങളുടെ പ്രസംഗമെല്ലാം കേട്ടാ ഇവിടെ നിൽപ്പുണ്ട്, നല്ല സുന്ദര കുട്ടപ്പനായി. നേരത്തെ കമ്മീഷണറോട് എന്തൊക്കെ ഗൂഢാലോചന നടത്തുന്നുണ്ട്, എങ്ങനെ ഈ സമരം ഇനി കുഴപ്പമുണ്ടാക്കാമെന്ന് കമ്മീഷണറോട് ഗൂഢാലോചന നടത്തുകയാണ്. ഇന്നലെ ആ ലാത്ത് വീശിയപ്പോൾ തന്നെ ഒരു മീനിൻ്റെ മണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടി. ആലപ്പുഴക്കാരനാണ് ഞങ്ങളെല്ലാവരും. ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ആലപ്പുഴക്കാരൻ, നന്നായി മീൻ കഴിക്കുന്നവർ ആലപ്പുഴക്കാരൻ. ആ ലാത്തിയിലെ മീനിൻ്റെ മണം കണ്ടപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി ഇന്നലെ SFI സമരത്തിന് വരുന്നതിന് മുമ്പ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അടുക്കളയിൽ പോയി വിഴിഞ്ഞത്തു നിന്നാണോ കോവളത്തു നിന്നാണോ നല്ല പച്ച മീൻ വാങ്ങിക്കൊണ്ടുപോയി വെട്ടിക്കൊടുത്ത് കാലെ പിടിച്ച്, സാറേ എനിക്ക് ഞാൻ പറയുന്നിടത്തൊരു പോസ്റ്റിംഗ് തരണമേ, സാറേ ഞാൻ പറയുന്നിടത്ത് എനിക്കൊരു ട്രാൻസ്ഫർ തരണമേ, സാറേ എന്നെ ഒരു DGP എങ്കിലും ആക്കിയിട്ട് എൻ്റെ കണ്ണടയ്ക്കാൻ എനിക്കൊരു അവസരം തരണമേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അടുക്കളയിൽ തീർത്താൽ മതി. SFIക്കാരൻ്റെ നെഞ്ചത്ത് തീർക്കാൻ ആ പൊന്നുമോനേമാൻ ഇറങ്ങേണ്ടതില്ല. നിങ്ങൾക്ക് ആഭ്യന്തരമന്ത്രിയെ സുഖിപ്പിക്കണമായിരിക്കും, നിങ്ങൾക്ക് കേരളത്തിലെ ഭരണത്തിലിരിക്കുന്നവരെ സുഖിപ്പിക്കണമായിരിക്കും. അത് നിങ്ങളുടെ മാത്രം കാര്യമാണ്. ആ സുഖിപ്പീരും കാൽതിരുമലും ഇട്ടിരിക്കുന്ന പോലീസ് യൂണിഫോമിന്റെ ഡിഗ്നിറ്റിക്ക് ചേർന്നതാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. KSUക്കാരനെ അടിക്കാൻ പറയുമ്പോൾ പോലീസുകാരനെ അടിക്കുക. അതാ നിങ്ങളുടെ മുന്നിൽ വെച്ച്, മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. 10 വർഷക്കാലം കേരളത്തിൽ ഇടതുപക്ഷം ഭരിച്ചല്ലോ, പോലീസിനോട് ഈ കേരളത്തിനകത്ത് നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യണമെന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു SFIക്കാരൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഞങ്ങൾ പരസ്യമായി ഇവിടുത്തെ പോലീസുകാരോട് ചോദിക്കുകയാണ്. ഒരു ചായ പോലും കേരളത്തിലെ പോലീസുകാരൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങി കുടിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, നിങ്ങളെ ഞങ്ങളുടെ സമരങ്ങൾക്കോ ഞങ്ങളുടെ പരിപാടിക്കോ ഏഴയലത്ത് ഉപയോഗിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല. നിങ്ങൾ ഗവൺമെൻറ്റിൻ്റെ സംവിധാനമാണ്. ഇപ്പോഴോ KSUക്കാർ ആജ്ഞാനുവർത്തികളായി ഇവിടുത്തെ പോലീസിനെ മാറ്റാൻ ചില ഏമാന്മാർ പരിശ്രമിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കേരളത്തിലെ ആവട്ടെ, ലോകത്തിലെ ആവട്ടെ, ഇന്ത്യയിലെ ആവട്ടെ, ഏറ്റവും ഡിഗ്നിറ്റി ഉള്ള ഫോഴ്സാണ് ഇവിടുത്തെ പോലീസ് ഫോഴ്സ്. ആ ഡിഗ്നിറ്റി ഉള്ള പോലീസ് ഫോഴ്സിൽ പരീക്ഷ എഴുതി കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായിട്ടാണ് പലരും പോലീസ് ഉദ്യോഗസ്ഥരായി ജോലി നേടി. ഞങ്ങൾക്കറിയാം ഇവരിൽ ഭൂരിഭാഗം ആളുകളും സത്യസന്ധരായ ഉദ്യോഗസ്ഥരാണ്. അഭിമാനത്തോടെ പഠിച്ച് പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന് ഈ പോലീസ് കുപ്പായമിട്ട് ആത്മാഭിമാനത്തോടെ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. ഏറാമൂലികളായ ചില പോലീസുകാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ചെളിവാരി എറിയുന്നത് ആത്മാഭിമാന ബോധമുള്ള പോലീസുകാരുടെ കൂടി ഹൃദയത്തിലേക്കാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ കേരളത്തിലെ പോലീസ് സേനയിൽ ആത്മാഭിമാനമില്ലാത്ത, അന്തസ്സില്ലാത്ത, അധികാരിക്ക് മുന്നിൽ മുട്ടുവളയ്ക്കാൻ ഒരു മടിയുമില്ലാത്ത ചില ഏമാന്മാർ കയറിയിരുന്നാണ് ഈ കൊള്ളരുതായ്മയെല്ലാം കാണിക്കുന്നത്.